നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. കേരളത്തിലെയും രാജ്യമെമ്പാടുമുള്ള കർഷക കുടുംബങ്ങൾ കാത്തിരുന്ന ആ നിർണായക പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 2000 രൂപ വിതരണം ഫെബ്രുവരി 24 ഉച്ചയ്ക്ക് മുൻപ് തന്നെ വിതരണം ചെയ്യുമെന്ന് ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുണ്ട്. ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പാണ് വന്നുയർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലും 24 തന്നെയായിരിക്കും എന്ന് നമ്മുടെ ചാനൽ വഴി അറിയിച്ചിരുന്നു. ഇപ്പോൾ അതിൽ സ്ഥിരീകരണവും വന്നിട്ടുണ്ട്. കർഷകർക്ക് ഈ വിതരണ പ്രക്രിയയിൽ നമുക്ക് ലൈവായിട്ട് പങ്കെടുക്കുന്നതിന് വേണ്ടി രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. നമ്മളുടെ മൊബൈൽ നമ്പർ നൽകി PM Events എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പോൾ പ്രധാനമന്ത്രി ഇതിൻ്റെ വിതരണം ചെയ്യുന്ന കാര്യങ്ങൾ, ഇനി അതോടൊപ്പം തന്നെ മറ്റെന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി വിതരണം ചെയ്യുന്നുണ്ടെങ്കിൽ മറ്ററിയിപ്പുകളെല്ലാം കൃത്യമായിട്ട് നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് ഇപ്പോൾ ആളുകളോട് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ളവർക്ക് അതിൽ കൂടി രജിസ്റ്റർ ചെയ്യാം. ഇനി അതല്ല എങ്കിൽ 24 വിതരണം ഉണ്ടായിരിക്കുന്നതായിരിക്കും. അത് കൃത്യമായിട്ട് വിതരണ പ്രക്രിയയൊക്കെ നിർവഹിച്ച ശേഷം ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെയാണ് വിതരണം ചെയ്യുന്നത്. അതിന് ശേഷം 1 മണിക്കൂറിനുള്ളിൽ തന്നെ ആനുകൂല്യം ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. ഇത് നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുമ്പോൾ ഇലക്ട്രോണിക് KYC, ലാൻഡ് സീഡിങ്, ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ്, ഈ 3 കാര്യങ്ങളെല്ലാം ഓക്കെ ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള കർഷകർക്കായിരിക്കും ധനസഹായം ലഭിക്കുക. കൃത്യമായിട്ട് കരമടയ്ക്കുന്നതിന് വേണ്ടിയൊക്കെ കർഷകർ ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള ഓരോ വീഴ്ചകളും നമുക്ക് ആനുകൂല്യം തടസ്സപ്പെടുന്നതിന് കാരണമായേക്കും. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്തെ ഭിന്നശേഷിയുള്ളവർക്ക് ഏറ്റവും വലിയ ഒരു സഹായമാണ് മെറി ഹോം എന്ന് പറയുന്ന വായ്പാ പദ്ധതി. അതായത് പാർപ്പിടം പണിയുന്നതിന് വേണ്ടി അതോടൊപ്പം തന്നെ വാങ്ങുന്നതിന് വേണ്ടിയൊക്കെ സാമ്പത്തിക സഹായമാണ് ഇവിടെ ലഭിക്കുന്നത്. പ്രോസസ്സിംഗ് ചാർജുകൾ ഇല്ലാതെയാണ് ഇവിടെ നമുക്ക് വായ്പ ലഭിക്കുന്നതും. 50 ലക്ഷം രൂപ വരെയുള്ള വായ്പയ്ക്ക് 7% മാത്രമാണ് പലിശ നിരക്ക്. ഭിന്നശേഷിയുള്ളവർക്ക് മാത്രമാണ് ഈ സ്കീമിൽ ആനുകൂല്യം ലഭ്യമാകുന്നതും. നമുക്ക് ഓൺലൈൻ വഴി തന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള സംവിധാനമുണ്ട്. അല്ലെങ്കിൽ ഭിന്നശേഷി കോർപ്പറേഷനുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാൽ നമുക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ ലഭിക്കുന്നതായിരിക്കും. സാധാരണക്കാർക്ക്, പ്രത്യേകിച്ച് ഈ ഭിന്നശേഷിയൊക്കെ നേരിടുന്ന വ്യക്തികൾക്ക് ഏറ്റവും വലിയൊരു കൈത്താങ്ങാണ് ഈ ഒരു മെറി ഹോം എന്ന് പറയുന്ന ഈ ഒരു വായ്പാ പദ്ധതി. സ്കീമിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ വിളിച്ച് അന്വേഷിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നമ്മൾ കൊടുത്തേക്കാം. ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ഒന്ന് ഓർമ്മിക്കുക. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്തെ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെല്ലാം ശ്രദ്ധിക്കുക. വാർദ്ധക്യകാല പെൻഷൻ സ്കീമിലേക്ക് രജിസ്ട്രേഷൻ നടത്തുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും. 60 വയസ്സിന് മുകളിൽ പ്രായമെത്തുമ്പോൾ തന്നെ അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം. കർശന പരിശോധനകളെല്ലാം പിന്നിട്ട ശേഷമാണ് ഇപ്പോൾ അപ്രൂവൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകുന്നത്. അപേക്ഷ ഇപ്പോൾ വെച്ചെങ്കിൽ മാത്രമാണ് നിശ്ചിത മാസങ്ങൾക്ക് ശേഷം ഇത് അപ്രൂവ് ആവുകയും അതിനുശേഷം നമ്മളുടെ അക്കൗണ്ടിലേക്ക് ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിതരണം ചെയ്യുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ആനുകൂല്യത്തിന് അപേക്ഷ വയ്ക്കുന്നതിന് വേണ്ടി അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററുകളെ സമീപിക്കാം. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയൊക്കെ അപേക്ഷകൾ നൽകുന്നതിന് വേണ്ടി സാധിക്കും. ആപ്ലിക്കേഷൻ നൽകിയ ശേഷം ലഭിക്കുന്ന പ്രിൻ്റ് ഔട്ടും അനുബന്ധ രേഖകളുമെല്ലാം പിന്നീട് നമ്മൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ നേരിട്ട് ഏൽപ്പിക്കേണ്ടതുണ്ട്. ഗുണഭോക്താവിൻ്റെ ഫോട്ടോ, ആധാർ, അതോടൊപ്പം തന്നെ ബാങ്ക് ഡീറ്റെയിൽസ്, മേൽവിലാസം തെളിയിക്കുന്ന രേഖകൾ, അതോടൊപ്പം തന്നെ പ്രായം തെളിയിക്കുന്ന മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ നമ്മളുടെ വരുമാന സർട്ടിഫിക്കറ്റ്, ഇങ്ങനെയുള്ള പ്രധാന കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് കരുതേണ്ടതുണ്ട്. ആക്റ്റീവായിട്ടുള്ള ഫോൺ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാവണം. മേൽവിലാസം ശരിയായിരിക്കുന്നതിന് വേണ്ടിയും പ്രത്യേകം ശ്രദ്ധിക്കുക. അത്രയും വേഗം അപേക്ഷകൾ വയ്ക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.